എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്കക്കൊഞ്ചും മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും ചേർത്ത് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് കല്ലുപ്പായിട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 മുറി തേങ്ങ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെണ്ണ പോലെ അരച്ചെങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരച്ച് ഉണക്കക്കൊഞ്ച് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല മണം വരെ ഇത് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ വറുത്തെടുത്ത കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. ചിരട്ട വെച്ച് ഇങ്ങനെ ഉടച്ച് വൃത്തിയാക്കി എടുക്കണം. മുരിങ്ങയ്ക്കയും മാങ്ങയും പച്ചമുളകും നല്ലതുപോലെ വെന്തു. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് വറുത്ത് ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിരുന്നതാണ്. 2-3 വെള്ളത്തിൽ കഴുകി കുതിരാൻ വേണ്ടി വെച്ച്. അപ്പോൾ അതിൻ്റെ മണ്ണും അഴുക്കുമൊക്കെ പോകും. അപ്പോൾ ഇനി ഇതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് മുരിങ്ങയ്ക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കടുക് താളിച്ച് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് കടുക് താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണക്കക്കൊഞ്ചും മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെയുള്ള ഒഴിച്ചുകറി തയ്യാർ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറി വെക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല നാടൻ ടേസ്റ്റിയിലുള്ള കറി ഉണ്ടാക്കി കഴിക്കാം.